കോതമംഗലം കോഴിപ്പള്ളി ഭാഗത്ത് ചെളി കെട്ടിയതിനെ തുടർന്ന് കുടിവെള്ള വിതരണം പ്രതിസന്ധിയിൽ. കോതമംഗലം താലൂക്കിലെ കുടിവെള്ള വിതരണം പ്രധാനമായും കോഴിപ്പള്ളി പുഴയിൽ നിന്നുള്ള വെള്ളത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കോതമംഗലം താലൂക്കിലെ കുടിവെള്ള വിതരണം പ്രധാനമായും കോഴിപ്പള്ളി പുഴയിൽ നിന്നും പമ്പ് ചെയ്ത് ശുദ്ധീകരിക്കുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത്. കോഴിപ്പള്ളി പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്തു നിന്നാണ് പമ്പിംഗ് നടത്തുന്നത്. എന്നാൽ നിലവിൽ പുഴയിൽ ചെളിയും മണ്ണും അടിഞ്ഞുകൂടിയതിനാൽ പുഴയുടെ ആഴം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ്. ഇതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം പമ്പ് ചെയ്യുന്നതിൽ തടസ്സങ്ങൾ നേരിടുകയും കുടിവെള്ള വിതരണം പ്രതിസന്ധിയിലാകുകയും ചെയ്യുന്ന സ്ഥിതിയാണുള്ളത്. സമയബന്ധിതമായി ചെളിയും മണ്ണും നീക്കം ചെയ്യാത്ത പക്ഷം പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇതോടൊപ്പം മഴക്കാലം അടുത്തിരിക്കെ പുഴയുടെ ആഴക്കുറവ് വെള്ളപ്പൊക്ക സാധ്യതയും വർദ്ധിപ്പിക്കുന്നതായി വിലയിരുത്തപ്പെടുന്നുണ്ട്. സമീപ പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്രയും വേഗത്തിൽ പുഴയിൽ നിന്ന് ചെളിയും മണ്ണും നീക്കം ചെയ്ത് പുഴയുടെ ആഴം പുനഃസ്ഥാപിക്കുന്നതിനായി ബന്ധപ്പെട്ട അധികാരികൾ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കോതമംഗലം താലൂക്കിലെ മിക്ക പ്രദേശത്തേക്കും കുടിവെള്ളം എത്തിക്കുന്നത് ഈ പുഴയിൽ നിന്നും വെള്ളം ശേഖരിച്ചാണ്. എന്നാൽ കാലങ്ങളായി ഈ പുഴയിൽ ചെളിയും മണ്ണുമടിഞ്ഞ് ഈ പുഴയ്ക്ക് ആഴമില്ലാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും വേഗം ഈ പുഴയിലെ ചെളിയും മണ്ണും കോരിയാൽ മാത്രമാണ് ഈ പുഴയിൽ വെള്ളം സംഭരിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനെത്രയും വേഗം നടപടി ഉണ്ടാകണം. അതേപോലെ തന്നെ മഴക്കാലമാകുന്നതോടുകൂടി ഈ ചെളിയും മണ്ണും അടിഞ്ഞു കിടക്കുന്നതുകൊണ്ട് വരുന്ന വെള്ളം സംഭരിക്കുവാനോ അല്ലെങ്കിൽ അതിനുള്ളൊരു സ്ഥലം ഇല്ലാത്ത ഒരവസ്ഥയിലാണ്. അതുകൊണ്ടും അതിഭയങ്കരമായ വെള്ളപ്പൊക്കം താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയും ഏറെയാണ്. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.